ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യൂർസു ജന്നത്ത്. ഇന്ന് ഒരു സ്റ്റോക്ക് ക്ലിയറൻസ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചെറിയ റേറ്റിൻ്റെ പ്ലാന്റുകൾ അവൈലബിൾ ആണ്. 150 മുതലാണ് പ്ലാന്റിൻ്റെ റേറ്റ് തുടങ്ങുന്നത്, ചെറിയ സൈസുകൾ. പിന്നെ അല്ലാത്ത ബുഷി പോട്ട് പ്ലാന്റുകളും റെയർ വെറൈറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചെറിയ റേറ്റിൻ്റെ പ്ലാന്റുകളൊക്കെ ലാസ്റ്റാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഫസ്റ്റ് ഒരു മീഡിയം സൈസ് പ്ലാന്റ് ആദ്യം കാണാം. ഈ കാണിക്കുന്ന റോയിലുള്ള പ്ലാന്റുകളൊക്കെ 300, 350 റേറ്റുള്ള പ്ലാന്റുകളാണ് കേട്ടോ. അപ്പോൾ അതിൽ ഏതൊക്കെ വരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ കാണിക്കുന്ന പ്ലാന്റ് നിങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക. അല്ലെങ്കിൽ ഞാൻ എല്ലാത്തിൻ്റെ ID പറയുന്നുണ്ട്. ആ ID പറഞ്ഞിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ വന്ന് ചോദിക്കുക. വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ 300, 350ലുള്ള പ്ലാന്റുകളാണ് കേട്ടോ. അപ്പോൾ മൊത്തം റേറ്റ് പറയുമ്പോൾ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും, പ്ലാന്റുകൾ എടുക്കാനും സൗകര്യം. ഫസ്റ്റ് വരുന്നത് 24 ക്യാരറ്റിൻ്റെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ. 350ൻ്റെ കണ്ടില് വലിയ പ്ലാന്റുകളാണ്. ഇതെല്ലാം വലിയ പ്ലാന്റുകളാണ്. അതുപോലെ സൂസന്റെ വലിയ പ്ലാന്റ് ആണ് കേട്ടോ. 350ൻ്റെ സിംഗിൾ ഷൂട്ടാണെങ്കിലും നല്ല ബുഷി ലീഫായിട്ടുള്ള പ്ലാന്റ് ആണ്. പിന്നെ ഉള്ളത് പിങ്ക് പനാമൻ്റെ ഒരു 300ൻ്റെ പ്ലാന്റ് ആണ്. പിന്നെ വന്നത് റെഡ് സ്റ്റാർഡസ്റ്റ് ആണ് കേട്ടോ. റെഡ് സ്റ്റാർഡസ്റ്റിൻ്റെ 350, 300 പ്ലാന്റുകളാണിത്. പിന്നെ വരുന്നത് പിങ്ക് ലേഡി ആണ് കേട്ടോ. ഇത് 350 ആണ്. ഇതിൽ മദർ വിത്ത് ഒരു ബേബിയൊക്കെ ഉണ്ട്. വലിയ പ്ലാന്റ് ആണ്. പിന്നെ വരുന്നത് തായ് ഫ്രോസൻ്റെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതൊരു ഇത്രമാര എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ. ഇത് ജർജ് കേട്ടോ. ജർജിൻ്റെ ഒരു 350ൻ്റെ പ്ലാന്റ് ആണ്. ഇത് പീച്ച് പനാമയുടെ പ്ലാന്റ് ആണ്. പിന്നെ വന്നിട്ടുള്ളത് റെഡ് പനാമൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൽ 2 ഷൂട്ട് ഉണ്ട്. മദർ വിത്ത് ബേബി ആയിട്ട് 350 ആണ്. പിന്നെ വന്നിട്ടുള്ളത് നമ്മളെ മജന്ത കുങ്കുമാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് മജന്ത കുങ്കും. പിന്നെ ഐസ്ബർഗ് അല്ലെങ്കിൽ റൈസ് ലീഫ് വൈറ്റ് ലിപ്സ്റ്റിക് എന്ന് പറയും. ഇതിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ. അത്യാവശ്യം വലിയ പ്ലാന്റുകളാണ്. ഇത് 250ൻ്റെ ഉണ്ട്, 300ൻ്റെ ഉണ്ട്, 350ൻ്റെ ഉണ്ട്. 350 ആകുമ്പോൾ അത്യാവശ്യം വലിയ സൈസ് ആയിരിക്കും. നല്ല ഭംഗിയുള്ള പ്ലാന്റ്. ഇതിൽ 3 ഷൂട്ടൊക്കെ ഉള്ള പ്ലാന്റ് ഉണ്ട്. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു വെറൈറ്റി ആണ്. 350 ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് 300, 350 റേറ്റിൽ വരുന്നത്. ഇനി നമുക്ക് റെയർ വെറൈറ്റീസും ബുഷി പോട്ടും നോക്കാം. ഫസ്റ്റ് റെയർ വെറൈറ്റീസ് നോക്കാം കേട്ടോ. റെയർ വെറൈറ്റീസിൽ വരുന്നത് ഫോർച്യൂൺ ആണ്. ഫോർച്യൂണിന്റെ പ്ലാന്റ് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ്. 450, 550 ആണ് കേട്ടോ റേറ്റ് വരുന്നത്. ഫോർച്യൂൺ നല്ല ഭംഗിയുള്ള ഈ ഒരു കളറിലേക്ക് വരുന്ന ഒരു പുതിയ വെറൈറ്റി റെയർ വെറൈറ്റി പ്ലാന്റ് ആണ് ഫോർച്യൂൺ വരുന്നത്. പിന്നെ വന്നിട്ടുള്ളത് ഓറഞ്ച് സ്റ്റാർഡസ്റ്റ് ആണ് കേട്ടോ. ഓറഞ്ച് സ്റ്റാർഡസ്റ്റിന്റെ പ്ലാന്റ് ആണിത്. 750, 650 ഒക്കെ ആണ് റേറ്റ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ ഓറഞ്ച് സ്റ്റാർഡസ്റ്റ്. അതിന്റെ ഒരു സിംഗിൾ ഷൂട്ടാണ് കേട്ടോ ഇത്. ഇനി നിങ്ങൾക്ക് അതിന്റെ ബുഷി പോട്ടാണ് വേണ്ടിയതെങ്കിൽ അങ്ങനെ വാങ്ങാം. ഇതിൽ 3 or 4 ഷൂട്ടുള്ള ബുഷി പോട്ടാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് ഓറഞ്ച് സ്റ്റാർഡസ്റ്റ്. ഇതും അതന്നെയാണ് കേട്ടോ. 2 or 3 ഷൂട്ടുള്ള പ്ലാന്റുകളാണ്. പിന്നെ വേറെ വെറൈറ്റിയിൽ വന്നിട്ടുള്ളത് പിങ്ക് കാബേജ് ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള വലിയ പ്ലാന്റ് ആണ് പിങ്ക് കാബേജ്. 450 ആണ് റേറ്റ് വരുന്നത്. പിന്നെ ജർജിന്റെ തന്നെ ഒരു പ്ലാന്റ് ആണിത്. നല്ല ഭംഗിയുള്ള വെറൈറ്റി ആണ്. അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ. വലിയ പ്ലാന്റ് ആകുമ്പോൾ 380 ഒക്കെ ആണ് റേറ്റ് വരുന്നത്. വലിയ മദർ പ്ലാന്റ് ആണ്. നല്ല കളർഫുള്ളും ആയിരിക്കും. കാരണം മെച്ചേർഡ് ആയൊരു വലിയ പ്ലാന്റ് ആണ്. പിന്നെ വന്നിട്ടുള്ളത് വെറൈറ്റിയിൽ വന്നിട്ടുള്ളത് സോംബാറ്റ് ആണ്. സോംബാറ്റിന്റെ ഈ ഒരൊറ്റ പ്ലാന്റ് തന്നെയുള്ളൂ. ബ്ലാക്ക് സോംബാറ്റ് നട്ടതിന് പറയാം. ഈ ഒരു കളറാണ് ഉണ്ടാവുക ലീഫിന്. നല്ല ഭംഗിയുള്ള വലിയ മദർ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് എടുത്ത് കാണിക്കുക. ബേബി വരുന്നുണ്ട്. ഒരു ബേബി ഷൂട്ടൊക്കെ ഉണ്ട് ഇതിൽ. 2 ബേബി ഷൂട്ട്, ചെറിയൊരു ബേബിയൊക്കെ ഉണ്ട്. അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ ബ്ലാക്ക് സോംബാറ്റ്. പിന്നെ വന്നിട്ടുള്ളത് പിങ്ക് എമറാൾഡ് ആണ്. പിങ്ക് എമറാൾഡിന്റെ 650ൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ. ഇത് ആകെ 2 പ്ലാന്റ് തന്നെയുള്ളൂ. അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ്. അതുപോലെ സൺറൈസ് എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതും വലിയ മദർ പ്ലാന്റ് ആണ് കേട്ടോ. ചെറുതല്ല, അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ്. ഇതുവരെ ഞാൻ കാണിച്ചതൊക്കെ സിംഗിൾ ഷൂട്ട് പ്ലാന്റുകളാണ്. ഇനി നമ്മൾ ബുഷി പോട്ട് പ്ലാന്റ് നോക്കാം. ബുഷി പോട്ട് പ്ലാന്റ് ആകുമ്പോൾ ഞാൻ റേറ്റ് പറയാം. എല്ലാം 650 അതിൻ്റെ എബോവ് റേറ്റുള്ള പ്ലാന്റുകളായിരിക്കും കേട്ടോ. കാരണം അതിൽ 1, 2, 3 ഷൂട്ടുകളായിട്ടുള്ള പ്ലാന്റുകൾ ഉണ്ടാവും. ഒരേ സൈസുള്ള ഒരേ വലിപ്പമുള്ള 2 ഷൂട്ടുകളായിരിക്കും അധികം പോട്ടുകളിലും ഉണ്ടാവുക. ഫസ്റ്റ് നമുക്ക് റെഡ് പനാമ തന്നെ നോക്കാം. ഇതാണ് റെഡ് പനാമന്റെ പ്ലാന്റ്. 2 ഷൂട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഇത് റെഡ് പനാമ. ഇത് ചൈന റെഡിന്റെ ബുഷി പോട്ടാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഒരു സിംഗിൾ ഷൂട്ട് വാങ്ങുകയാണെങ്കിൽ ഒരു 350 ആണ് ഇനി റേറ്റ് വരിക. വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ജസ്റ്റ് ഞാൻ ഒരു പോട്ട് എടുത്ത് കാണിക്കുക. കണ്ടില്ലേ, 2 വലിയ ഷൂട്ടുകളാണ്. ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. ഒരേ സൈസുള്ള 2 വലിയ ഷൂട്ടാണ് ഉണ്ടാവുക.
ചൈന റെഡ് ആണ് കേട്ടോ ഇത്. അതുപോലെ പിന്നെ ഫ്യൂജി റെഡ് ഉണ്ട്, അതിൽ 2 ഷൂട്ട് ഉണ്ട്. ഒരു സിംഗിൾ ഷൂട്ടാകുമ്പോൾ 300 ആണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് സിംഗിൾ ഷൂട്ടിന്. പിന്നെ ഉള്ളത് സെക്സീലിയൻ്റെ പോട്ടുകളാണ്. സെക്സീലിയക്കും ഇതുപോലെ 2 or 3 ഷൂട്ട് ഉണ്ട് ഇതിൽ. കണ്ടില്ലേ 3 ഷൂട്ടുള്ള ഒരു ബുഷി പോട്ടാണ്. പിന്നെ വന്നിട്ടുള്ളത് ജർജാണ് കേട്ടോ. ജർജിനും 2 വലിയ ഷൂട്ടുകളാണ്. ബുഷിയായി നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ എക്കോണമിയുടെ ഒരു ഭംഗി കാണാൻ പറ്റുക. നല്ല ഭംഗിയുള്ള വെറൈറ്റീസാണ് ജർജ്. കണ്ടോ, ഇതൊക്കെ നല്ല ബുഷി ആയിട്ടുള്ള പോട്ടാണ് കേട്ടോ. 2 വലിയ ഷൂട്ടുള്ള നല്ല ബുഷി പോട്ടാണ്. നല്ല കളർഫുള്ളും ആണ്, നല്ല കളർ വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതൊക്കെ. ജർജാണ് കേട്ടോ അത്. പിന്നെ വന്നിട്ടുള്ളത് പ്രക്കായിപ്പറ്റാണ് കേട്ടോ. പ്രക്കായിപ്പറ്റിൻ്റെ ഇതുപോലെ ബുഷി പോട്ടാണ്. 2 ഷൂട്ടുള്ള വലിയ ഷൂട്ടുള്ള പ്ലാന്റ് ആണ്. നല്ല കളർഫുൾ ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇത്. നേരത്തെ കാണിച്ച ഓറഞ്ച് സ്റ്റാർഡസ്റ്റിൻ്റെ പ്ലാന്റുകളാണ്. പിന്നെ വന്നിട്ടുള്ളത് തായ് ഫ്രോസൺ ആണ്. തായ് ഫ്രോസൻ്റെ ബുഷി പോട്ടാണ്. 2 ഷൂട്ടുള്ള പ്ലാന്റ് ആണ്. അതുപോലെ വൈറ്റ് ലക്കാച്ചിയാണിത്. ഇത് നല്ല തിങ്ങി നിറഞ്ഞ ഷൂട്ടുള്ളതാണ് കേട്ടോ. ഇതിൽ 2 or 3 or 4 ഷൂട്ടൊക്കെ ഉണ്ട്. കണ്ടില്ലേ, അത്രയും ബുഷി ആയിട്ടുള്ള പോട്ടാണ്. പിന്നെ വരുന്നത് മജന്ത ആണ്. കുങ്കും മജന്തൻ്റെ ഇതിലൊരു 4-5 ഷൂട്ടൊക്കെ ഉള്ള പ്ലാന്റുകളാണ്. കണ്ടില്ലേ, തിങ്ങി നിറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ്. 650, 750 ഒക്കെയാണ് ഷൂട്ടിനനുസരിച്ചിട്ടോ. ഒരു 650ൻ്റെ ഷൂട്ടിൽ തന്നെ 4 ഷൂട്ടുള്ള പോട്ടുകളാണ് എല്ലാം. കണ്ടില്ലേ, ഇതൊക്കെ അതേ പോട്ടുകളാണ് കേട്ടോ. അതല്ലാതെ നിങ്ങൾക്കൊരു വലിയൊരു പ്ലാന്റ് ആണ് വേണ്ടിയെങ്കിൽ കുങ്കും മജന്തൻ്റെ ഒരു 400ൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. അത് വലിയൊരു പ്ലാന്റ് ആണ്, സിംഗിൾ ഷൂട്ട് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ സിംഗിൾ ഷൂട്ട് മതിയെങ്കിൽ അങ്ങനെയും വാങ്ങാം. ഇതൊരു 400 ആണ്. അതിൻ്റെ താഴെ ഞാൻ കാണിച്ചിരുന്നു ചെറിയ സൈസുള്ള പ്ലാന്റുകളൊക്കെ. പിന്നെ അന്തിനീൻ്റെ ഫുൾ പോട്ടാണ്. ഇത് 2 ഷൂട്ടുള്ള വലിയ പോട്ടാണ്. നിങ്ങൾക്ക് സിംഗിൾ ഷൂട്ട് വേണമെങ്കിൽ ഇതിൽ നിന്നൊരു സിംഗിൾ ഷൂട്ട്, ഇത് 2 ഷൂട്ടായിട്ട് തന്നെയാണ് ഉണ്ടാവുക. പൊട്ടിച്ചൊന്നും എടുക്കണ്ട, അങ്ങനെയാണ് ഉണ്ടാവുക. കണ്ടില്ലേ, ബുഷി പോട്ടാണ് കേട്ടോ അത്. പിന്നെ വന്നിട്ടുള്ളത് സൂസൻ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ്. ഇതും ബുഷി പോട്ടാണ്. ഒരുപാട് ഷൂട്ട് ഉണ്ട് കേട്ടോ. അതാ ഞാൻ എടുത്ത് കാണിക്കാം. കണ്ടില്ലേ, 2, 4, 5 ഒക്കെ ഷൂട്ടുള്ള ഒരു ബുഷി പോട്ടാണ് കേട്ടോ അത്. വലിയ പ്ലാന്റ് ആണ് സൂസൻ്റെ. ഇതിൻ്റെ ചെറിയ റേറ്റുള്ള പ്ലാന്റുകളുണ്ട്, 250 ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ലാസ്റ്റ് വരെ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സൈസ് കാണാൻ പറ്റും. അതിൽ ഞാൻ കാണിക്കുന്നുണ്ട് ലാസ്റ്റിൽ. ഇത് മദർ വിത്ത് ഒരു ബേബി ഉള്ളതാണ് കേട്ടോ. അതുപോലെ ഇത് റൈസ് ലീഫിൻ്റെ ഒരു ബുഷി പോട്ടാണ്. 3, 4, 5 ഷൂട്ടുള്ള. പിന്നെ വന്നിട്ടുള്ളത് പ്രക്കായിപ്പറ്റ തന്നെയാണ്. നേരത്തെ കാണിച്ച ബുഷി പോട്ടാണിത്. കണ്ടില്ലേ, 2 ഷൂട്ട് ഉണ്ട്. 2 ഷൂട്ടും വലിയ ഷൂട്ടുകളാണ്. അത്രയും തിങ്ങി നിറഞ്ഞിട്ടുള്ള, കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള ഫുൾ ലീഫുകൾ നിറഞ്ഞിട്ടുള്ളൊരു ബുഷി ആയിട്ടുള്ള പോട്ടാണിത്. 2 ഷൂട്ടേ ഉള്ളൂ. അതിനൊരു സിംഗിൾ ഷൂട്ടാണ് കേട്ടോ ഇത്. ഈ ഒരു സിംഗിൾ ഷൂട്ടിന് 380 ആണ് കേട്ടോ റേറ്റ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു സിംഗിൾ ഷൂട്ടാണ് പ്രക്കായിപ്പറ്റിൻ്റെ. ഇത് വന്നിട്ടുള്ളത് സെക്സീലിയാണ്. സെക്സീലിയ നല്ല ഭംഗിയുള്ള ഒരു കളറുള്ള പിങ്ക് കളറുള്ള പ്ലാന്റ് ആണ്. ഇത് ബുഷി പോട്ടാണ്. എനിക്കിതൊരു സിംഗിൾ ഷൂട്ടാണ് വേണ്ടിയതെങ്കിൽ 350 ആണ് കേട്ടോ ഈ വലിയൊരു പ്ലാന്റിൻ്റെ സിംഗിൾ ഷൂട്ടിന് റേറ്റ് വരുന്നത്. ഇനി നമുക്ക് ചെറിയ റേറ്റിൻ്റെ പ്ലാന്റ്സുകൾ നോക്കട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്ന പ്ലാന്റുകളൊക്കെ 150 ആണ് കേട്ടോ. ചെറിയ സൈസ് ആയിരിക്കും. ഇതാണ് 10 ക്യാരറ്റിൻ്റെ 150ൻ്റെത്. ഇത് ഗോൾഡൻ ലിപ്സ്റ്റിക്കിൻ്റെ 150, റെഡ് എമറാൾഡ് കേട്ടോ 150. അതുപോലെ വൈറ്റ് ലക്കാച്ചിൻ്റെ 150. ഇതും 10 ക്യാരറ്റിൻ്റെ 150. 150ൻ്റെ പ്ലാന്റ് വളരെ ചെറുതായിരിക്കും കേട്ടോ. നന്ന ചെറുതല്ല, എന്നാൽ ഈ ഒരു സൈസ് ഉണ്ടാവും. കണ്ടില്ലേ, 150. ഇതൊക്കെ ചെറിയ ഈ ഒരു ഇഞ്ച് പോട്ടിൽ തന്നെ വെക്കണം കേട്ടോ. വലുതായതിന് ശേഷം മാത്രമേ മാറ്റാൻ പാടുള്ളൂ. ഇത് ജർജിൻ്റെ ഒരു പ്ലാന്റാണ് കേട്ടോ 150ൻ്റെ. അതുപോലെ റെഡ് പനാമൻ്റെ 150ൻ്റെ പ്ലാന്റാണ്. 2 ലീഫും ഒരു തൂമ്പും ഉണ്ടാവുക. കണ്ടില്ലേ, ഇത് റെഡ് പനാമൻ്റെ 150ൻ്റെ ആണ്. ഇത് റെഡ് എമറാൾഡിൻ്റെത്. ഇത് റൈസ് ലീഫിൻ്റെ. ഇതൊക്കെയാണ് 150 പ്ലാന്റുകൾ കേട്ടോ. ഇനി കാണിക്കാൻ പോകുന്നതൊക്കെ 250 റേറ്റുള്ള പ്ലാന്റുകളാണ് കേട്ടോ. ഫസ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു വെറൈറ്റിയാണ് മിലിറ്ററീൻ്റെ. പിന്നെ പിങ്ക് എമറാൾഡിൻ്റെ ഒരു ചെറിയ തൈ ഉണ്ട് കേട്ടോ 250ൻ്റെ. ഇതൊരു പ്ലാന്റ് ഞാൻ പൊട്ടി ചീനമായതിന് ശേഷം അതിൻ്റെ സ്റ്റെമ്മ് വെച്ചിട്ട് കട്ട് ചെയ്തുണ്ടായത്. വലിയ മദർ പ്ലാന്റ് ആയിരുന്നു 550ൻ്റെ. പക്ഷേ അതെന്തോ ചീന് പോയി. അപ്പോൾ അതിൽ നിന്ന് ഉണ്ടായൊരു ബേബി ആട്ടോ 250 ആണ്. ഇതും റെഡ് പനാമൻ്റെ പ്ലാന്റ് ആണ് 250ൻ്റെ. പിന്നെ വന്നിട്ടുള്ളത് ഇതാണ് നമ്മൾ വൈറ്റ് കിറ്റീൻ്റെ ഒരു സീഡ്ലിങ്സ് ആണ് കേട്ടോ 250ൻ്റെ. അതുപോലെ ഇത് സൂസൻ എന്ന് പറഞ്ഞൊരു പ്ലാന്റിൻ്റെ ഒരു റയർ വെറൈറ്റിയാണ് 250 പ്ലാന്റാണ്. ഗോൾഡൻ ലിപ്സ്റ്റിക്കിൻ്റെ നല്ല വലിയ പ്ലാന്റാണ് 250ൻ്റെ.
അതുപോലെ പിങ്ക് പനാമൻ്റെ ഒരു 250ൻ്റെ പ്ലാന്റാണ്. ഇത് റെഡ് പനാമൻ്റെ 250ൻ്റെ പ്ലാന്റാണ്. ഇത് സെക്സീലിയൻ്റെ പ്ലാന്റാണ് കേട്ടോ. ഇത് 200 ആണ് കേട്ടോ. സെക്സീലിയൻ്റെ പ്ലാന്റാണ് ഇത്. ഈ ഒരു ലീഫ് ഡാമേജ് ആയിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് കേട്ടോ. 200 ആണ് സെക്സീലിയ. ഇത് വന്നിട്ടുള്ളത് കുങ്കും അജദൻ്റെ ഒരു സീഡ്ലിംഗ് ആണ് കേട്ടോ, 250ൻ്റെ. ഇത് സിയാം പാരഗൻ്റെ 250ൻ്റെ പ്ലാന്റാണ്. ഇതൊക്കെ സിയാം പാരഗനാണ്. പിന്നെ ഉള്ളത് തായ് ഫ്രോസൺ ആണ് 250. ഇതും തായ് ഫ്രോസൺ ആണ് 250. ഇത് ജർജിൻ്റെ ഒരു 250ൻ്റെ പ്ലാന്റാണ്. പിന്നെ വന്നിട്ടുള്ളത് പീച്ച് പനാമാണ് കേട്ടോ. പീച്ച് പനാമൻ്റെ 250ൻ്റെ പ്ലാന്റാണ്. ഇത് കുറച്ചുകൂടി വലിയ പ്ലാന്റാണ് കേട്ടോ, 300 ആണ് കേട്ടോ. പീച്ച് പനാമൻ്റെ 300ൻ്റെ ഒരു പ്ലാന്റാണ്. അതുപോലെ റെഡ് ബട്ടർഫ്ലൈൻ്റെ 250ൻ്റെ പ്ലാന്റാണ്. ഇത് റൈസ് ലീഫാണ് കേട്ടോ. അത്യാവശ്യം വലിയൊരു പ്ലാന്റും ഒരു ബേബിയും ഉണ്ട്, 250. അതുപോലെ ഇതും സൂസൻ്റെ ഒരു 250ൻ്റെ പ്ലാന്റാണ്. അപ്പോൾ ഇതിൽ 250, 150 പ്ലാന്റുകളാണ് ഞാൻ കാണിച്ചത്. അതിൽ പീച്ച് പനാമ മാത്രമേ ഉള്ളൂ 350ൻ്റെത്, അല്ല സോറി 300ൻ്റെത്. ബാക്കിയൊക്കെ 250 പ്ലാന്റുകളാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കലാത്തിയ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ കലാത്തിയ വെറൈറ്റീസ് 10 വെറൈറ്റി എടുക്കുകയാണെങ്കിൽ കോംബോ ആയിട്ട് 850 ആണ് കേട്ടോ റേറ്റ് വരുന്നത്. നിങ്ങൾക്ക് കോംബോ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ സിംഗിൾ വാങ്ങുകയാണെങ്കിൽ അങ്ങനെയും വാങ്ങാം. അപ്പോൾ ഏതൊക്കെയാണെന്ന് കാണിക്കാം. ഇതാണ്, ഇതിന് ഓരോന്നിനും ഓരോ പേരുകളുണ്ട്. സ്നേക്ക് എന്ന് പറഞ്ഞ ഒരു കലാത്തിയാണിത്, കണ്ടില്ലേ? നല്ല ഭംഗിയുള്ള കലാത്തിയാസാണ് കേട്ടോ അതൊക്കെ. പിന്നെ വന്നിട്ടുള്ളത് ഇതാണ്, ഒരു യെല്ലോയിഷ് വന്നിട്ടുള്ളൊരു കലാത്തിയാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്, എടുത്ത് കാണിക്കാം. 2 ഷൂട്ടൊക്കെ ഉണ്ട് ചില ഇതിൽ. പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു പുതിയ വെറൈറ്റിയാണ്. പിന്നെ വന്നിട്ടുള്ളത് ഇതാണ്, ഓരോ ലീഫിനുള്ള ഓരോ വ്യത്യാസങ്ങളാണ്. പിന്നെ വന്നിട്ടുള്ളത് ഇതാണ്. നെക്സ്റ്റ് ഇത് പിന്നെ ഒരു 150ൻ്റെ കലാത്തിയാണ് കേട്ടോ. ഒരു നല്ലൊരു വെറൈറ്റി കലാത്തിയാണിത്. അത്യാവശ്യം വലിയ പ്ലാന്റുമാണ്. കോംബോയിൽ ഇത് ഉൾപ്പെടും കേട്ടോ, കോംബോ വാങ്ങുകയാണെങ്കിൽ. പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു വെറൈറ്റിയാണ്. അധികം വെയിൽ കൊള്ളുമ്പോഴാണ് ലീഫിന് ഇങ്ങനെ ഇത് വരുന്നത്. അധികം വെയിൽ കൊണ്ടിട്ടാണ്, വെയിലില്ലാത്ത ഷെയ്ഡ് ഭാഗങ്ങളിലാണ് കലാത്തിയൊക്കെ വെക്കേണ്ടത്. ഇതൊക്കെ ആ വെറൈറ്റിയിൽ പെട്ടാണ്. പിന്നെ ഒരു പീക്കോക്കിൻ്റെ കലാത്തിയാണ്. ഇത്രയും കലാത്തിയാണ് കോംബോയിൽ ഉണ്ടാവട്ടോ. പിന്നെ കുറച്ച് ബിഗോണിയ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. 70 റുപ്പീസാണ്. ഇതൊരു വെറൈറ്റിയാണ്, നല്ല ഭംഗിയുള്ള വെറൈറ്റീസാണ്. 2-3 വെറൈറ്റീസേ ഉള്ളൂ കേട്ടോ. ഇതൊരു കെയിൻ ബിഗോണിയാണ്, നല്ല ഭംഗിയുള്ള. ഇത് വേറൊരു ബിഗോണിയാണ്. ഇത് വേറൊരു ഭംഗിയുള്ളൊരു ബിഗോണിയാണ്. ഇത്രയാണ് ബിഗോണിയ ഉള്ളത്. ഒരു 3-4 വെറൈറ്റീസേ ഉള്ളൂ. പിന്നെ നമ്മളെ എന്താ പറയുക, ക്രീപ്പർ പ്ലാന്റുകളുണ്ട്, പെപ്പർ എന്നറിയും. അതിൻ്റെ പുതിയ ഓരോ വെറൈറ്റീസാണ്. നല്ല ഭംഗിയാണ് കാണാൻ. ഇത് നമുക്കിങ്ങനെ ഹാങ്ങിങ് ആയിട്ടും വെക്കാം, അല്ലെങ്കിൽ പടർത്താനും ചെയ്യാം. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണിത്. പെപ്പർ 80 റുപ്പീസാണ് കേട്ടോ. ഇത് ഈ ഒരു ചെറിയൊരു പോട്ടിലാണ് വേഗം വള്ളിയായി വരുന്നൊരു നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണിത്. അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ് കേട്ടോ ഇത്, ഈ ഒരു ലീഫിൽ വരുന്നത്. ഇതാ ചെറിയ വള്ളിയായിട്ട് ഇങ്ങനെ പോകും, നല്ല ഭംഗിയാണ് കാണാൻ. അത് 80 റുപ്പീസാണ്.